ഒരു 6 വർഷമൊക്കെ ഒരു രാജ്യത്ത് നിൽക്കാന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹോസ്റ്റൽ. അപ്പോൾ പുറത്തുള്ള എല്ലാ ഹോസ്റ്റൽ പോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും നമുക്ക് സ്റ്റഡി ഹാളുണ്ട് അല്ലേ? നല്ല അടിപൊളി ബാൽക്കണി ആട്ടോ അല്ലേ? ഏകദേശം എല്ലാ റൂമിലൂടെ ബാൽക്കണി ഉണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഹോസ്റ്റൽ. കാരണം ഇത്ര വലിയ റൂം ഹോസ്റ്റലിൽ സാർ ഉണ്ടാവാറില്ല. നല്ല കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിരിയാണി അവിടെ ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഞാൻ നേരത്തെ വന്ന് ചോദിച്ചു തരാം. നമ്മൾ ഏതൊരു രാജ്യമാണെങ്കിലും കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റൽ വലിയൊരു കൺസേൺ ആണ് അല്ലേ? അതെ. അതുപോലെ ഫുഡ്, നമ്മൾ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും പിള്ളേരെന്താ ഫുഡ് കഴിക്കാനാണോ പോകുന്നത് ചോദിക്കും. നല്ല ഫുഡ് കിട്ടിയില്ല എങ്ങനെ പഠിക്കാം? അപ്പോൾ ഇത് സാധാരണ കോഴ്സല്ല, MBBS ആണ്. ഒരു 6 വർഷം ഏത് കോഴ്സാണെങ്കിലും ഒരു 6 വർഷമൊക്കെ ഒരു രാജ്യത്ത് നിൽക്കാന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹോസ്റ്റൽ. ഭക്ഷണം, താമസം, അതൊക്കെ പെർഫെക്റ്റ്. അത് പഠനത്തെ ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും സ്വാധീനിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അസർബൈജാനിലെ ഹോസ്റ്റൽ, ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്റ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്റ്റലുണ്ട്. ഈ പ്രൈവറ്റ് ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസുകൾ കുട്ടിയെ കൊടുക്കാനാവും കിട്ടും. അതായത് ഇപ്പം വാർഡനാവട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രോപ്പർ മെസ്സ് സൗകര്യം ആവട്ടെ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാവട്ടെ, ആ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളത് ഏകദേശം അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ പ്രൈവറ്റ് ഹോസ്റ്റലാണ്. ഇതിപ്പോൾ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. ഏകദേശം ഒരു 150ഓളം മലയാളി കുട്ടികൾ അവിടെ ഉണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് പോയി നല്ല വിശക്കുന്നുണ്ട് ഫുഡ് കഴിക്കാം അല്ലേ? ഇത് ശരിക്കും വരുന്നത് ഈ സൈഡ് മൊത്തം എംബസി കാര്യങ്ങളൊക്കെ, തൊട്ടപ്പുറമുള്ളത് ഉസ്ബെക്കിസ്ഥാൻ എംബസിയാണ്. പിന്നെ ഈ സൈഡിലോട്ട് പോയാൽ നമുക്ക് US-ൻ്റെ കൗൺസിലേറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹോസ്റ്റലിൽ പോയിട്ട് ഹോസ്റ്റലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തിരി കൂടി സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഫുൾ സെക്യൂരിറ്റി, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടാവുക, പോലീസ് പെട്രോളിംഗ് ഉണ്ടാവുക. നമ്മളിപ്പോൾ അവിടെ ഇരിക്കുന്നേരം തന്നെ ഏകദേശം ഒരു 1-2 വണ്ടികൾ പോയിട്ടുണ്ട്. ഓക്കെ, വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഹോസ്റ്റൽ കാണാം. അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാഴ്ചകളാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഹോസ്റ്റൽ ഒറ്റ കാഴ്ചയിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 6, 7 ഫ്ലോറോളുണ്ട്. ഇവിടെ ഹോസ്റ്റല് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സെപ്പറേറ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്കിവിടെ ഹോസ്റ്റൽ കോർഡിനേറ്റേഴ്സിനായിട്ട് സംസാരിച്ചിട്ട് അതിനെ പറ്റിയൊരു വിശദ ഫ്ലോറുകൾ ഡിഫറൻസ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലായതുകൊണ്ട് പ്രൈവറ്റാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറണമെങ്കിൽ നമ്മൾ പെർമിഷൻ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, ബാക്കി ഹോസ്റ്റൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറാം. അപ്പോൾ പുറത്തുള്ള എല്ലാ ഹോസ്റ്റൽ പോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും നമുക്ക് സ്റ്റഡി ഹാളുണ്ട് അല്ലേ? അതെ, സ്റ്റഡി റൂം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റഡി ഹാളാണ്. 24 hours എന്നൊക്കെ നേരത്തെ നമ്മുടെ വാർഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂമാണുള്ളത്. സ്റ്റഡി റൂമാണ്. ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച ഉച്ച അതിൻ്റെ ഒക്കെ ഒരു മയക്കത്തിലാണ് നമ്മൾ. പിന്നെ ഏകദേശം എല്ലാം നാട്ടിലേക്ക് പോയല്ലോ. നമ്മൾ വന്ന ടൈമും കുറച്ച് ലേറ്റ് ആയി പോയി. അതായത് നമുക്ക് എന്താക്കാം, റൂം കാര്യങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണാം. സ്റ്റഡി ഹാളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം വിശാലത ഉണ്ട്. ഓക്കെ, ലോണ്ട്രി ആണ്. അത്യാവശ്യം സൗകര്യമുള്ള ലോണ്ട്രി അല്ലേ? ഇവിടെ 2 ലോണ്ട്രി ഉള്ളത്. ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് 7th ഫ്ലോറിലും. ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ്. ഫസ്റ്റ് ഫ്ലോർ എക്സ്ക്ലൂസീവ് ഫോർ ബോയ്സ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറിൽ എക്സ്ക്ലൂസീവ് ഫോർ ഗേൾസ്. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? നോക്കാം. അപ്പോൾ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്. ലൈബ്രറി ആണെങ്കിലും ലോണ്ട്രി ആണെങ്കിലും മെസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഓരോ റൂമാണെങ്കിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന അതിൻ്റെതായ സെക്യൂരിറ്റി കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് കയറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം വിശാല റൂം തന്നെ അല്ലേ? ഒരു റൂമിൽ 4 ആളുള്ളത്. 4 പേർക്കാണ്. അത്യാവശ്യം സ്റ്റഡി ടേബിൾ കാര്യങ്ങളുണ്ട്, കബോർഡ്സ് ഉണ്ട്, ലോക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റഡി ടേബിൾ അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഏകദേശം ബാക്കു അല്ലേ മൊത്തം കാണാൻ വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം വിശാലമായ ഏരിയ തന്നെ. ഈ സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട്. നഗരഹൃദയം അതവിടുത്തെ ഫ്ലെയിം ടവർ എന്ന് പറയുന്നത് അതെ അസർബൈജാൻ്റെ ഒരു മെയിൻ എന്താ പറയുക, ഒരു ലാൻഡ് മാർക്കാണ്. ഒരു ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയാൻ പറ്റിയ അതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ബാൽക്കണി കേട്ടോ അല്ലേ? ഏകദേശം എല്ലാ റൂമിലും ഇവിടെ ബാൽക്കണി ഉണ്ട്. പക്ഷെ നല്ലൊരു ആംബിയൻസ്, ഒരു ആംബിയൻസ് കൂടെ കിട്ടും അല്ലേ? ഒന്ന് ഫ്രീ ആയിട്ട് വന്ന് നിൽക്കാനും. നല്ല പുറത്താണെങ്കിൽ ഒരു നല്ല റിച്ച് ആംബിയൻസ് ആണ്. ഒരു പോർഷ് ഏരിയ സെറ്റപ്പ് ഉണ്ട് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇത് ഏതാ ഫ്ലാഗ് എന്ന് മനസ്സിലായോ? അത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാന് നമ്മുടെ നമ്മൾ എവിടെ പോയാലും കാണുന്ന ഒരു സാധനമാണ് ഹീറ്റർ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, നിങ്ങളൊരു 6 വർഷമൊക്കെ വിദേശത്ത് പഠിച്ച് ഉള്ള ആളല്ലേ? ഇത് ശരിക്കൊരു യൂറോപ്പ് ആവട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് റഷ്യ കൺട്രീസ് ആവട്ടെ, റഷ്യ ആവട്ടെ, അവിടെ ഒരു ചൂടുവെള്ളം ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് റൂമിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏകദേശം പർപ്പസ്. പിന്നെ ശരിക്കും റഷ്യനിൽ ബാറ്ററി എന്നാണ് പറയുക. നമ്മുടെ ബാറ്ററി അല്ല, റൂം ചൂടാക്കുന്ന ഇതിന് ജസ്റ്റ് ബാറ്ററി എന്ന് പറയും. പിന്നെ ഇവിടെ നമുക്ക് കാണാം എല്ലാ ഫ്ലോറിലും നമുക്ക് ക്യാമറാസ് അവൈലബിൾ ആണ്. അതുതന്നെ വാഷ്റൂംസ് ഉണ്ട്, റൂംസ് ഉണ്ട്. ഒരു ഫ്ലോറിൽ ഏകദേശം ഒരു സെക്ഷനിൽ നമുക്ക് 4 റൂമല്ലേ വരുന്നത് അല്ലേ? 4 റൂം, 1 വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ 2 വാഷ്റൂമുകൾ, ബാക്കിയുള്ള 3 റൂമിന് വേണ്ടി. പിന്നെ വൈഫൈ അവൈലബിൾ ആണ്. വൈഫൈ അവൈലബിൾ ആണ് കുട്ടികൾക്ക്. എല്ലാ ഫ്ലോറിലും വൈഫൈ. ഒരു ഫ്ലോർ ശരിക്കും 2 വരുന്നുണ്ട് എൻ്റെ സൈഡിലേക്ക്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ ഇപ്പോൾ ഒരു നല്ലൊരു ഹോസ്റ്റൽ എന്ന് പറയാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോസ്റ്റൽ. കാരണം ഇത്രയും വലിയ റൂം ഹോസ്റ്റലിൽ സാർ ഉണ്ടാവാറില്ല. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ഇതിപ്പോൾ ജസ്റ്റ് ഫ്ലോർ ബൈ ഫ്ലോർ എല്ലാ കോർണറിലായിട്ട് ഇവർ ക്യാമറാസ് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണിത്. ഏതൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ നമുക്ക് ചെറിയ രീതിയിലുള്ള കളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെൻ്റലി ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇത് കളി അറിയുന്നവർ കുതിര വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് ഫുഡിൻ്റെ ഏരിയയിലാണ് വന്നിട്ടുണ്ടാകുമ്പോൾ, അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ റഷ്യൻ ആളുകളാണ്. പക്ഷെ കിഡിലനായിട്ട് ബിരിയാണി വെക്കും, അതുപോലെ നമ്മുടെ ചപ്പാത്തി കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറും കഴിച്ചതാണ്. കിഡിലൻ സാധനമാണ്. നമുക്ക് ആ ബിരിയാണി ഉണ്ടാക്കുന്നത് ഉപയോഗിച്ച് നോക്കിയാലോ? നോക്കാം. എന്തായാലും നിങ്ങൾ തോറ്റായിട്ട് സമ്മതിക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചി. ഇത് റഷ്യ എന്നാണ്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിരിയാണി അവിടെ ഉണ്ടാക്കുന്നത് പറഞ്ഞു, ഞാൻ നേരത്തെ വന്ന് ചോദിച്ചു തരാം. നല്ല ബിരിയാണി റൈസാണ് കേട്ടോ. നല്ല ബിരിയാണി റൈസ് ഉണ്ടാകും. അല്ല റസാഖ് ഭായി, ഇപ്പോൾ ഈ ഡേറ്റ് നമ്മൾ കുറച്ച് വീഡിയോസ് കാണാനുണ്ടായിട്ടുണ്ട്. അതായത് ഫുഡ് കഴിക്കാനാണോ കുട്ടികൾ അബ്രോഡ് MBBS പഠിക്കാൻ പോകുന്നത്? ശരിയാണ്. ഫുഡ് കഴിക്കാതെ MBBS പഠിക്കാൻ പറ്റുമോ? ഫുഡ് കഴിക്കാതെ എങ്ങനെ MBBS പഠിക്കുക? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, ഫാമിലി, ഈ ഒരു 3 കാര്യങ്ങളാണല്ലോ നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ. ഇത് 3 നല്ല രീതിയിൽ കിട്ടുന്ന തരത്തെ അത് കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ണന്മാർ പറയുന്നതാ, അത് പറഞ്ഞോട്ടെ. അല്ല, അവരെന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എന്തായാലും കുഴപ്പമില്ല, നല്ല കിച്ചണാണ്. കുട്ടികൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഫുഡ് കയറി കൊടുക്കുന്നുണ്ട്. അല്ലേ റസാഖ് സാറേ? നമ്മൾ ഹോസ്റ്റലൊക്കെ കണ്ടു. ഓക്കെ, എന്താണ് ഒരു അഭിപ്രായം? എല്ലാവരും നല്ല ഹോസ്റ്റലിനാണ്. നല്ല തെറ്റില്ലാത്ത റൂമുകൾ, നല്ല ക്ലീനാണ്, നീറ്റാണ്, ഓവറോൾ നല്ല സെക്യൂർ ആണ്. നമ്മളൊരു ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഒരു കൾച്ചറിന് പറ്റിയ രീതിയിൽ ഒരു ഹോസ്റ്റലിൽ ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ഉണ്ട്. നല്ല നീറ്റാണ്, ക്ലീനാണ്, വൃത്തിയുണ്ട്. എല്ലാത്തിനും ഉപരി നല്ല ഫുഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല സെക്യൂരിറ്റി കിട്ടുന്നുണ്ട് അല്ലേ? അതെ, പഠിക്കുന്ന കാര്യത്തിനൊക്കെ കുട്ടികൾ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ അസർബൈജാനിലെ ബാക്കിയൊരു വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ഓക്കെ.